അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തെ തുടർന്ന് പരിക്കേറ്റ് കിടപ്പിലാണെങ്കിലും വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ആലപ്പുഴ തകഴി സ്വദേശി അഞ്ജലിയുടെ ആശങ്ക. നട്ടെല്ലിന് പരിക്കേറ്റതോടെ പഠനം പാതി വഴിയിൽ നിന്നു. സർട്ടിഫിക്കറ്റിനായി സമീപിച്ചപ്പോൾ 2 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. മകളുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾക്ക് പണം നൽകി സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനാകാത്ത സ്ഥിതിയുമാണ്. നിർധനരായ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന്റെ പ്രതീക്ഷകൾ പേറിയാണ് അഞ്ജലി എന്ന വിദ്യാർത്ഥി ഹൈദരാബാദിൽ നഴ്സിംഗ് പഠനത്തിനെത്തിയത്. പഠനം ആരംഭിച്ച് 2 ആഴ്ചയ്ക്കകം അവൾക്ക് ഒരു അപകടം സംഭവിച്ചു. കോളേജിലാണ് അപകടം നടന്നതെങ്കിലും അധികാരികൾ ആരും അഞ്ജലിയെ സഹായിച്ചില്ല. കോളേജിലോട്ട് ഇവർ വിളിച്ചു പറഞ്ഞപ്പോൾ കോളേജുകാർ ഒരു റെസ്പോൺസും കൊടുത്തില്ല. അവർ പറഞ്ഞു ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോയി ഞങ്ങൾ നോക്കിക്കോളാന്ന്. ചികിത്സയ്ക്കായി വൻ തുക കണ്ടെത്തണമെന്ന് അറിഞ്ഞതോടെ ചികിത്സ ആലപ്പുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റി. 3 മാസമായി കിടപ്പിലായ അഞ്ജലി പഠനം തുടരാനാവില്ലെന്ന് അറിഞ്ഞതോടെയാണ് സർട്ടിഫിക്കറ്റിനായി താൻ പഠിച്ച കോളേജിനെ സമീപിച്ചത്. എന്നാൽ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകാൻ 2 ലക്ഷം രൂപ ഫീസ് അടയ്ക്കണമെന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത്. എന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചപ്പം മുഴുവൻ എമൗണ്ടും ഇനിയും തിരിച്ചടയ്ക്കാതെ എന്റെ സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. അഞ്ജലിയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങുന്നതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് മാതാപിതാക്കൾ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനുമടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും അഞ്ജലിക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കാനാകുമെന്നുമാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ, ആലപ്പുഴ.